കുരിശിലെ കള്ളനെ ഓർക്കുന്നുണ്ടോ? അവൻ മരണം അർഹിച്ചിരുന്നു. അവൻ മരിക്കാൻ അർഹനായിരുന്നു. അവൻ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞു, നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ ഓർക്കുക എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലായിരിക്കും. എന്നെ ഓർക്കുക. അത്രമാത്രം. അത്രയും വേഗത്തിൽ അവൻ രക്ഷ കരസ്ഥമാക്കി. ആളുകൾ പറയുന്നു, നിങ്ങൾക്ക് അത്ര വേഗത്തിൽ ക്രിസ്തുവിലേക്ക് വരാനും നിങ്ങളുടെ ജീവിതം അങ്ങനെ മാറ്റാനും കഴിയില്ല. തീർച്ചയായും നിങ്ങൾക്ക് കഴിയും. പൗലോസും ശീലാസും ജയിലിലേക്ക് പോയി. അവർ പാടുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ജയിലർ ശ്രദ്ധിച്ചു. ഒരു ഭൂകമ്പത്തിൽ ജയിൽ മതിലുകൾ ഇടിഞ്ഞു വീണു. തടവുകാർ രക്ഷപ്പെടുന്നതായി തോന്നി. ജയിലർ വാൾ ഊരി. തടവുകാരെ രക്ഷപ്പെടാൻ അനുവദിച്ചതിന് അടുത്ത ദിവസം റോമൻ അധികാരികൾ തന്നെ കൊല്ലുമെന്ന് അവനറിയാമായിരുന്നതിനാൽ അവൻ സ്വയം കൊല്ലാൻ പോവുകയായിരുന്നു. പൗലോസ് പറഞ്ഞു, ഒരു നിമിഷം കാത്തിരിക്കൂ, ഞങ്ങൾ ഓടിപ്പോയില്ല, ഞങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ആ മനുഷ്യൻ ഭയന്ന് വീണു. അവൻ ചോദിച്ചു, രക്ഷപ്പെടാൻ ഞാൻ എന്തു ചെയ്യണം? സാധാരണക്കാരൻ അവനോട് എന്തു പറയുമെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ രക്ഷിക്കപ്പെടാൻ നിങ്ങൾക്ക് ഒരു വൈകാരികാവസ്ഥയുമില്ല. നിങ്ങൾ ശാന്തമാകുന്നതുവരെ കാത്തിരിക്കുക. അതിനെക്കുറിച്ച് ചിന്തിക്കുക. നാളെ നമുക്ക് ഇത് ചർച്ച ചെയ്ത് നിങ്ങളോട് വിശദീകരിക്കാം. പൗലോസ് അങ്ങനെ ചെയ്തില്ല. പൗലോസ് പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. ഇപ്പോൾ വിശ്വസിക്കൂ. ഇവിടെ. ആ നിമിഷം ഫിലിപ്പിയൻ കാരാഗൃഹപ്രമാണി ക്രിസ്തുവിനെ സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു, ക്ഷമിക്കപ്പെട്ടു. അതുപോലെ നിങ്ങളുടെ ജീവിതവും മാറ്റാൻ കഴിയും. ക്ഷണനേരം കൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവാൽ തൽക്ഷണം സ്പർശിക്കപ്പെടാം. ഇനി ഒരിക്കലും പഴയതുപോലെയാകാൻ കഴിയില്ല.